കേരളത്തില് വിദ്യാർത്ഥികൾ ഇത്രയും പ്രശ്നം അനുഭവിക്കുന്ന സമയത്ത് ഈ വിദ്യാഭ്യാസ മന്ത്രി ഈ ഭരണഘടനയെ അപമാനിക്കുന്ന രീതിയിൽ, ഭരണഘടനാ പദവി അപമാനിക്കുന്ന രീതിയിൽ ഉള്ള പരിപാടിക്ക് പോയേക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മോഡൽ പരീക്ഷ എഴുതണമെങ്കിൽ പൈസ കൊടുക്കണം. ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ആ മോഡൽ പരീക്ഷ എഴുതുന്ന സമയത്ത് പൈസ മേടിക്കുകയാണ്. എന്തുകൊണ്ട് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടൂടാ? അവർ പറയുന്ന ന്യായം PM എന്നുള്ളത് അതിലുണ്ടെന്നുള്ള. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ MLA-മാരും MP-മാരൊക്കെ ഇവിടെ ബസ് സ്റ്റോപ്പ് പണിയാണെങ്കിൽ സ്വന്തം പേര് വയ്ക്കും. ഇതിനകത്ത് നരേന്ദ്രമോദി എന്ന് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിനകത്ത് PM എന്ന് മാത്രമാണ് വെച്ചിട്ടുള്ളത്. അത് ഏത് PM ആയാലും അത് വർക്ക് ചെയ്യും. എത്ര കോടി രൂപയാണ് കേരളത്തിന് കിട്ടാനുള്ളത്? ആ സമയത്ത് രാഷ്ട്രീയം കാണിച്ചുകൊണ്ട്, ആ പദ്ധതി അവഗണിച്ചുകൊണ്ട് ഈ കേരളത്തിലെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകണ്ട, ഈ പൊതുവിദ്യാഭ്യാസം നശിച്ചു പോയിക്കോട്ടെ എന്ന പ്രവണതയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി കാണിക്കുന്നത്. ഈ വിദ്യാഭ്യാസ മന്ത്രിയെ കേരളത്തിലെ ABP വഴി തടയും. ഉറപ്പായിട്ടും ഈ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്നവരെ ഞങ്ങൾ വഴി തടയും.